ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക പരിഷ്കർത്താവും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാമത് ജന്മദിനാഘോഷം നടത്തി. പാലക്കാട് DCC ഓഫീസിൽ അനുസ്മരണ യോഗം ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. പ്രേംനവാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മാറ്റി നിർത്തപ്പെട്ടവർക്കും നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തം വേണമെന്നാവശ്യപ്പെട്ട ഡോക്ടർ അംബേദ്കർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിന് വേണ്ടിയാണ് പോരാടിയതെന്ന് പ്രേംനവാസ് പറഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ദർശനം ഉൾക്കൊണ്ടാണ് അംബേദ്കർ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിൽ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന ആദ്യ വ്യക്തിയും 32ഓളം ബിരുദങ്ങൾ നേടിയ ബിരുദധാരിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് പോലും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ അംബേദ്കറെ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രപരമായി നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും അവസാനം കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ അംബേദ്കർ ഉൾപ്പെടുന്ന സമൂഹത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി മരിച്ചു അല്ലെങ്കിൽ മരിക്കാനിടയായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു, കണ്ണൂർ നടന്നിരിക്കുന്നു. ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അംബേദ്കർ എന്താണോ ആശയം ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്തത്, ആ വിഭാവനം ചെയ്തിട്ടുള്ള ആ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇന്ന് ഈ അർഹതപ്പെട്ട ഈ ജനവിഭാഗത്തിന് ലഭിക്കാതെ അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം. നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ. സ്വാമിനാഥൻ, ജില്ലാ സെക്രട്ടറിമാരായ എസ്. കൃഷ്ണസ്വാമി, E.C. ചന്ദ്രൻ, മുരളി മോഹനൻ, കണ്ണൻ കെ. സ്വാമിനാഥൻ, പി. ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.